ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അഭിനവ്. ഇന്ന് ജൂലൈ 23. ഇന്നാണ് ആ ദിവസം. പക്ഷേ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പുറകിലോട്ട് പോകേണ്ടതുണ്ട്. അതായത് ജനുവരി 9 തളപതി വിജയ് ഫാൻസുകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു അത്. ഫാൻസ് ഷോ, മറ്റ് ഷോകളെല്ലാം ടിക്കറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് കാത്തിരുന്ന ആ ദിവസം. പക്ഷേ ആ ദിവസത്തിൻ്റെ 2 ദിവസം മുന്നായിരുന്നു ആ ട്വിസ്റ്റ്. റിലീസ് ചെയ്യാനിരുന്ന സിനിമ അന്ന് റിലീസായില്ല. ജനുവരി 9 മറക്കാത്ത ദിവസം 2016. ആൻഡ് അതിനുശേഷം സിനിമ പിന്നെ ഇപ്പോൾ വരുന്ന ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് അതിൻ്റെ HD പ്രിൻ്റ് ലീക്കാവുന്നു. ഓൾമോസ്റ്റ് 1.5 crore ആൾക്കാരത് കാണുന്നു. നമ്മുടെ അണ്ണൻ ഇലക്ഷനിൽ ജയിക്കണു, തമിഴ്നാടിൻ്റെ CM ആവുന്നു. ഫൈനലി ഇന്ന് ജൂലൈ 23 നമ്മുടെ സ്വന്തം തളപതിയുടെ സിനിമ അല്ല, നമ്മുടെ സ്വന്തം CMൻ്റെ സിനിമ റിലീസായിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മക്കളെ, തിയേറ്റർ എക്സ്പീരിയൻസ് ശരിയാണ്, ഒന്നുമില്ല. അതായത് നമ്മുടെ ബാലയ്യയുടെ ഭഗവന്തി കേസരിയുടെ എക്സാക്റ്റ് റീമേക്ക് തന്നെയാണ്. അതായത് കോർ തീം അത് തന്നെയാണ്. പക്ഷേ അതിലുപരി കുറേ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സിനിമ ഇത്രയും കാലം റിലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ അന്നത്തെ റിലീസ് തടഞ്ഞത്, ഇലക്ഷന് മുമ്പുള്ള സിനിമയുടെ റിലീസ് എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ളതിനുള്ള ആൻസർ ഇതിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അടിപൊളി ആക്ടേഴ്സ്, നമ്മുടെ തളപതി, മമിത ബൈജുവിൻ്റെ ഒരു കിടിലൻ ഫൈറ്റ് സീക്വൻസ്, പിന്നെ പൂജ ഹെഗ്ഡെ, പിന്നെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ അണ്ണൻ്റെ മ്യൂസിക്, എൻ്റെ മോനെ അനിരുദ്ധ് ഇങ്ങനെ ഓരോ പടം കഴിയുമ്പോഴും അങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കിട്ടില്ല മ്യൂസിക്, പിന്നെ പാട്ട്. പക്ഷേ എന്താ പറയുക, സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ കഴിഞ്ഞടാ, ഇത്രയേ ഉള്ളൂ നമ്മുടെ അണ്ണൻ്റെ ലാസ്റ്റ് സിനിമ. കുറച്ച് അടിപൊളി, ഫാൻസിന് ആഘോഷിക്കാനും എൻജോയ് ചെയ്യാനും. ശരിയാണ്, ഇതൊരു ടിപ്പിക്കൽ തെലുങ്ക് പടം പോലെ തന്നെയാണ്. ഹൈപ്പും കാര്യങ്ങളും എല്ലാം സിനിമയുടെ ഒരു ടിപ്പിക്കൽ പടം. പിന്നെ വിജയ് സിനിമ ആണ്. ആൻഡ് അതിൽ കുറച്ച് മാസ് എലമെൻസും അടിപൊളി BGM കാര്യങ്ങളെല്ലാം ഉണ്ട്. സിനിമ അടിപൊളിയാണ്. ഓക്കെ, ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സാധനമാണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു കട്ട വിജയ് ഫാൻ ഒരു കട്ട ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു കട്ട വിജയ് ഫാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾഡ് റിവ്യൂവും കൂടെ കാണാം. വിജയ്, അതായത് തിയേറ്ററിൽ പോയി കാണുന്നതിൽ വിജയിൻ്റെ സിനിമകൾ മാത്രം ഏറ്റവും കൂടുതൽ കണ്ട ഒരാളാണ് ഈ നിൽക്കുന്നത്. അറിയോ, വേറെ ഏത് സിനിമയ്ക്ക് വിളിച്ചാലും വരില്ല. വിജയ് സിനിമ ആകെ ഉണ്ടായിരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഫാൻസ് ഷോ കാണാൻ പറ്റില്ല. ഞങ്ങൾ 10:45 ഷോയ്ക്കാണ് കയറിയത്. എന്നിട്ടും ഞങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടി. പക്ഷേ അതുപോലെ ഇതിൽ മെയിൻ തീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബാലയുടെ സിനിമ കണ്ടവർക്ക് അറിയാം. മറ്റേ വുമൺ എംപവർമെൻറ്റ്, എന്തായാലും പറയാം, എംപവർമെൻറ്റ്. അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ അണ്ണൻ്റെ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ശരിക്കും ഇങ്ങനെ രോമം ഇങ്ങനെ എണിച്ചു വരിക. എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യാതെ തടഞ്ഞു വെച്ചെന്നുള്ളതിന് തെളിവാണ് സ്ക്രീനിൽ കണ്ടത്. എന്തുകൊണ്ട് ഈ സിനിമ ഇത്രയും കാലം റിലീസ് ചെയ്തതെന്നുള്ള ഉത്തരം ഈ സിനിമയിൽ നല്ല പച്ചയ്ക്ക് പറയുന്നുണ്ട്. എല്ലാം ഈ ഫാൻ ഷോ കണ്ട എക്സൈറ്റ്മെൻ്റ് ആണെന്ന് അറിയില്ല. സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ മ്യൂസിക്കൽ സൈഡാണെങ്കിലും അണ്ണൻ്റെ സ്വാഗ് ആണെങ്കിലും ബാക്കി ആക്ടേഴ്സ് ആണെങ്കിലും മൊത്തത്തിലെല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫാൻസുകാരുടെ പ്രത്യേകത കൂടെ ഉണ്ട്. അത് ഫാൻസുകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ ആ ഒരു ക്രൗഡിന് കൂടി ഇരുന്ന് കാണുമ്പോൾ വിജയിൻ്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വൈബാണ്. ഇനി അങ്ങനെ ഒരു പടമില്ലാന്ന് ആലോചിക്കുമ്പോഴാണ് ഇതാ അടുത്ത റിലീസ് എപ്പോഴാന്ന് ചെയ്യണം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഇല്ലാലേ. ഒരു ഫാൻസ് ഷോ പോലും കാണാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി? അയ്യോ, സിനിമ ഓക്കെയാണ്. പക്ഷേ ഇത് അണ്ണൻ്റെ ലാസ്റ്റ് സിനിമ ആയതുകൊണ്ടാണ് ഇത്രയും എക്സൈറ്റ്മെൻറ്റും ഇമോഷനിലാവുന്നതും. തിയേറ്ററിന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കഴിഞ്ഞു ഗൈസ്, സിനിമ എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും പോയി കാണണം. ആൻഡ്
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് മീ അഭിനവ് ആൻഡ് ശരണ്യ സൈനിങ്. വി വിൽ മിസ് യു വിജയ് അണ്ണ.